തനി നാടൻ ഉള്ളിത്തീയലാണ് ഇന്നത്തെ വീഡിയോ. ഉള്ളിത്തീയൽ ഒരല്പം വ്യത്യസ്തമായ രീതിയിൽ നല്ല രുചിയോടെ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഈ തീയലിൽ നമ്മൾ ചെറിയുള്ളി അരിഞ്ഞല്ല ചേർക്കുന്നത്, ഇങ്ങനെ ഫുള്ളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം, അത് പിഴിഞ്ഞ് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാൻ 2 കപ്പ് അളവിൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വലുപ്പത്തിലുള്ള ഉള്ളി വേണം എടുക്കാൻ. വലുതാണെന്നുണ്ടെങ്കിൽ 2-3 ആയിട്ട് മുറിച്ചിട്ട് വേണം ചേർക്കാൻ. ഈ ചെറിയ വലുപ്പത്തിലുള്ള ഉള്ളി വെച്ച് തീയൽ ഉണ്ടാക്കുമ്പോഴാണ് രുചി കൂടുക. ഇനി ഒരു വലിയ തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ എടുക്കാം. ഞാൻ ചിരകി എടുക്കുന്നതിന് പകരം ഇങ്ങനെ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുകയാണ് ചെയ്തത്. ഇനി ഈ തേങ്ങ വറുത്തെടുക്കണം. അതിനുവേണ്ടി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 6 അല്ലി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം. കുരുമുളകിൻ്റെ അളവ് കൂടരുത്, ഇത്രയും മാത്രം മതി. ഇനി 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചെറിയ തീയിൽ നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കണം. തീ കൂട്ടി വെക്കരുത്, തേങ്ങ കൃത്യമായ പരുവത്തിൽ വെന്ത് കിട്ടില്ല. ഈ ഒരു പരുവമാകുമ്പോൾ തന്നെ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതൊരു ഇരുമ്പിൻ്റെ പാത്രമായതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ തേങ്ങയുടെ ചൂടിൽ തന്നെ ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടും. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് അല്പം പോലും വെള്ളം ചേർക്കാതെ ഈ ഒരു രീതിയിൽ ഇതിനെ പൊടിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് ഉള്ളി വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. ഉള്ളി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, 4-5 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് ഇളം ബ്രൗൺ നിറത്തിലെത്തി ഉള്ളിയും നന്നായിട്ട് മുരിഞ്ഞു വരണം. ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി, തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല. ഇതാണ് കറക്റ്റായിട്ടുള്ള പരുവം. തീയലിൽ തേങ്ങാക്കൊത്ത് കിടക്കുന്ന ഇഷ്ടമല്ലാത്തവർക്ക് തേങ്ങാക്കൊത്ത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഉള്ളി മുങ്ങിക്കിടക്കാൻ പരുവത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1.5 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ അല്പം പോലും വെള്ളം ചേർക്കരുത്, എങ്കിൽ മാത്രമേ തീയലിന് നല്ല രുചി കിട്ടത്തുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ തേങ്ങയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് യോജിച്ച് വരണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വാളൻപുളി ചേർക്കുന്നത് കൊണ്ട് തന്നെ തീയലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി ഒന്നുകൂടി കൂടും. ശർക്കര ചേർക്കണം നിർബന്ധമില്ല, പക്ഷെ ചേർത്താൽ നല്ലതാണ്. ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഇതിനെ വേവിക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. അടുക്കി പിടിക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ, കട്ടി കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരല്പം തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പോ പുളിയോ ഒക്കെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വീണ്ടും അടച്ചു വെച്ചു. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ചിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതാണ് കറക്റ്റായിട്ടുള്ള പരുവം. ഈ ഒരു കട്ടിയിൽ വേണം തീയൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ തീയൽ ദോശയുടെയും ഇഡലിയുടെയും കൂടെയും നല്ല കോമ്പിനേഷനാണ്.